സാർ, കേരളം നവോത്ഥാനത്തിലൂടെ വലിയ രീതിയിൽ മുന്നോട്ട് പോയിട്ടുള്ള ഒരു സംസ്ഥാനമാണ്. പക്ഷെ ആ സംസ്ഥാനത്തെ ശരിയത്ത് നിയമത്തിലേക്ക് തളച്ചിടുവാനാണ് ചിലരുടെ ശ്രമം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം ഈ വീടുകളിലെ പ്രസവമാണ്. അങ്ങനെ പ്രസവിക്കുന്നവർക്ക് അവാർഡ് നൽകുകയാണ് ഈ മലബാറിലെ ചില സംഘടനകൾ. കേരളം ഇത് എങ്ങോട്ടാണ് പോകുന്നത്? നമ്മൾ ഇപ്പോൾ വലിയ ചാനലുകളിലും പത്രങ്ങളിലൊക്കെ വരുന്നൊരു വാർത്തയാണ്. ഈ നവോത്ഥാന പ്രസ്ഥാനങ്ങളിൽ ഏറ്റവും കൂടുതൽ നവോത്ഥാനം നടത്തുന്നത് ഹിന്ദു സമുദായത്തിലാണ് നടന്നിട്ടുള്ളത്. ഹിന്ദു മതത്തിലും ഹിന്ദു വിശ്വാസങ്ങളിലാണ് നടന്നിട്ടുള്ളത്. ഗുരുദേവനാവട്ടെ, അതുപോലെ ചട്ടമ്പിസ്വാമികൾ, അയ്യാഗുരു, അയ്യങ്കാളി, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ആളുകളെല്ലാം വന്നിട്ട് കൂടുതൽ നവോത്ഥാന പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ മാറ്റത്തിനുള്ള പ്രവർത്തനം നടത്തിയിട്ടുള്ളത് ഹിന്ദു മതത്തിലാണ്. അതേസമയം ഇസ്ലാം മതത്തെ സംബന്ധിച്ചിടത്തോളം പ്രവാചക മതമാണ്, നബി തിരുമേനിയുടെ കാര്യങ്ങളാണ് അവർ പഠിക്കുന്നത്. അപ്പോൾ അതതിൻ്റെ ഒരു വേറൊരു സ്കൂൾ ഓഫ് തോട്ടാണ്, വേറെ ആ രീതിയിലാണ് അവർ ജീവിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ശരി തെറ്റുകളൊന്നും നമ്മൾ ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. അത് അവർ വിശ്വസിക്കുന്നു. ഓരോരുത്തർക്ക് വിശ്വാസം ഭരണഘടന തന്നെ സ്വാധീനമുണ്ടല്ലോ, അല്ലെ ഭരണഘടന സമ്മതിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ പ്രശ്നം അതല്ല. ഇപ്പോൾ ഈ വീടുകളിൽ പ്രസവിക്കുമ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ ഒരു കുട്ടി, 2 കുട്ടി, 3 കുട്ടി, ഇപ്പോൾ മുസ്ലിംസ് ആയാൽ പോലും ഒരുപാട് കുട്ടികളൊന്നും ഇല്ലല്ലോ, ഒരുപാട് കുട്ടികളില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞ പണ്ടത്തെ പോലെ 5ഉം 10ഉം ഒന്നും ഇല്ലല്ലോ. ഇപ്പോൾ ആധുനിക ശാസ്ത്രം വളരെയധികം വളർന്നു. സിസേറിയൻ പോലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടുപിടിച്ചു. എല്ലാവിധ അത്യാധുനിക സംവിധാനങ്ങളും ഹോസ്പിറ്റലുകളിലുണ്ട്. അപ്പോൾ ഒരു റിസ്ക് ഫാക്ടറുണ്ട് ഇതിനകത്ത് മതത്തിൻ്റെ പേരിലല്ല ഇവർ കണക്കാക്കേണ്ടത്. ശാസ്ത്രം അത്രയും പുരോഗമിക്കാതിരുന്ന സമയത്ത്, ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ വികസിക്കാതിരുന്ന സമയത്ത് അത് ഓക്കെ, വീട്ടിൽ പ്രസവിക്കുന്നു, കുറേ കുട്ടികളും പ്രസവിക്കും, കുറേ പേര് മരിച്ചു പോകും, കുറേ പേര് ജീവിക്കും, ഇങ്ങനെ വരും. കേരളത്തിന്റെ ആരോഗ്യ മേഖലയിലെ ഈ ജാഗ്രത കൊണ്ടാണ് ഇങ്ങനെ നമ്മൾ മാറ്റം വന്നത്. ഈ ശിശുമരണ നിരക്ക് കുറഞ്ഞു. ഇന്ത്യയിൽ ഏറ്റവും കുറവുള്ള സംസ്ഥാനം ലോകത്ത്. അതെ, നമ്മൾ അമേരിക്കയുടെ യൂറോപ്യൻ നിലവാരത്തിൽ യൂറോപ്യൻ നിലവാരത്തിൽ നമ്മൾ പല കാര്യങ്ങളും അമേരിക്കൻ ഇപ്പം മരണനിരക്ക്, സീനിയർ ആളുകളുടെ മരണനിരക്ക് നമ്മൾ കുറയ്ക്കുന്നു, ശിശു മരണനിരക്ക് കുറയ്ക്കുന്നു, പ്രസവത്തോടനുബന്ധിച്ചുള്ള മരണനിരക്ക് കുറയ്ക്കുന്നു. അതെങ്ങനെ കുറയ്ക്കാൻ പറ്റുന്നത്? നമുക്ക് നല്ല കെയർ കൊടുക്കുന്നുണ്ടല്ലേ. അപ്പൊ ഇത്തരം ഈ മതത്തിന്റെ അമിതമായ പ്രാധാന്യം കൊണ്ട് നമ്മുടെ ആരോഗ്യ മേഖല തകർക്കപ്പെടാൻ പോകുക. അത് ആരാണ് ആരോഗ്യ മേഖലയിൽ നല്ല പറയുന്നത്? യഥാർത്ഥത്തിൽ തകർക്കുന്നതാരാണ്? ഒരു ഗർഭിണിയായ ഒരു സ്ത്രീയെയാണ്. ഗർഭിണിയായ സ്ത്രീ ഉണ്ടല്ലോ, അവർക്ക് എന്തെങ്കിലും റിസ്ക് വന്നാൽ ആരെടുക്കും? ഇവരെടുക്കും. അപ്പോൾ പിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഈ പ്രസവത്തോടനുബന്ധിച്ച് ബ്ലീഡിങ് വന്നു, ഇതെല്ലാം ഒരു അബോധാവസ്ഥ വരുന്നു, ബ്ലീഡിങ് വരുന്നു, എവിടെ കൊണ്ടുപോകും? ഹോസ്പിറ്റലിലേ കൊണ്ടുപോകും. അത് വീട്ടിൽ തന്നെ കിടത്തേക്കും. നമ്മുടെ മതം ഇങ്ങനെ പറയുന്നു, അങ്ങനെ അല്ലല്ലോ. പുതിയ കാലമാണ് ഇപ്പോൾ. അങ്ങനെ 10-20ലധികം വനിതകൾക്ക് അവാർഡ് നൽകിയിരിക്കുക. അതാണ് നമുക്ക് മനസ്സിലാകാത്ത ധീര വനിതകൾ പറഞ്ഞു. അതാ ഞാൻ പറയും, ചില കാര്യങ്ങളിൽ നമ്മൾ ആവശ്യമില്ലാത്ത പിടിവാശി കാണിക്കുന്നുണ്ട്. ഏത് മതമായാലും ചില പിടിവാശികളുണ്ട്, അത് നല്ലതല്ല. പ്രത്യേകിച്ച് മുസ്ലിം മതമായാലും ഇപ്പം നമ്മൾ പഴയ മുസ്ലിം മതമൊന്നുമല്ല, അവർ ഒരുപാട് പുരോഗമിച്ചിട്ടുണ്ട്. വിദ്യാഭ്യാസം ഇന്ന് IAS-കാർ, IPS-കാർ, ഡോക്ടർമാർ, എഞ്ചിനീയർമാർ എല്ലാവരും ഉണ്ട് മുസ്ലിംസ് പഴയതുപോലെ തന്നെ പാട്ടിൽ, ഡാൻസിൽ എല്ലാം ഉണ്ട് അവർക്ക്. അതിൽ ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് ഇത്തരം വീട്ടിൽ പ്രസവിക്കുന്നത് ഇത്തരം പ്രൊഫഷണലുകളാണ് കൂടുതൽ. ഈ മതം അവരെ കയ്യേറി അവരുടെ മനസ്സിനെയും അവരുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവരൊക്കെ ഇങ്ങനെ പറഞ്ഞ് അങ്ങനെ ചെയ്യുന്നത് ശരിയാണ്, സ്വർഗത്ത് പോവാം, ശരീരത്തനുസരിച്ച് ഇതാണ് ശരി എന്നൊക്കെ പറഞ്ഞാണ് ചെയ്യുന്നത്. ഇപ്പം മമ്മൂട്ടി മുസ്ലിം അല്ലേ, വലിയ നടനല്ലേ. അപ്പോൾ മുസ്ലിം സമുദായത്തിൽ തന്നെ വലിയ മാറ്റം വന്നിട്ടുണ്ട്. സാഹിത്യകാരന്മാർ വന്നു, മന്ത്രിമാർ വരുന്നു, വനിതകളൊക്കെ ഒരുപാട് പേര് വരുന്നുണ്ടല്ലോ, പഞ്ചായത്ത് പ്രസിഡന്റുമാരുണ്ട്. വലിയ മാറ്റമാണ് അതിനകത്ത് നടക്കുന്നത്. അപ്പോഴത്തേക്ക് ഇത് അങ്ങനെ കാണേണ്ട വിഷയമല്ല. ഇത് എന്നെപ്പോലുള്ളവർ കാണുന്നത് എന്താണ്? ഒരു വനിത, അത് മുസ്ലിം ആവട്ടെ, ഹിന്ദു ആവട്ടെ, ക്രിസ്ത്യൻ ആവട്ടെ, ഈ കാലഘട്ടത്തിൽ വീട്ടിൽ പ്രസവിക്കുക എന്ന് പറഞ്ഞാൽ അതിന് കുറേ റിസ്ക് എലമെൻ്റ് ഉണ്ട്. അതിപ്പോൾ 2 പേര് ചെയ്തു, 3 പേര് ചെയ്തു, ഓക്കെ, അല്ല 5 പേരെ ചെയ്തു എന്ന് വെച്ചിട്ട് നമ്മൾ അതിനകത്ത് ജനറലൈസ് ചെയ്യരുത്. ഒരുപാട് റിസ്ക് എലമെൻ്റ് ഉണ്ട് ഇതിനകത്ത്. അതുകൊണ്ട് ഞാൻ അതുപോലെ വേറെ ഒരു സംശയം ചോദിച്ചോട്ടെ, ഇതുവരെ അവർ ഹോസ്പിറ്റലിൽ കാണിച്ചിട്ടില്ല. എങ്ങനെ അറിഞ്ഞു പ്രസവ ഗർഭിണിയാണെന്ന് അറിഞ്ഞ്? എങ്ങനെ? ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ടാണോ, യൂറിൻ ടെസ്റ്റ് ചെയ്തിട്ടാണോ, എങ്ങനെ അറിഞ്ഞു? ഹോസ്പിറ്റലിൽ പോയിട്ടല്ലേ? അതോ ചുമ്മാ വയറിങ്ങനെ ഗർഭിണിയായി കുറച്ച് ദിവസം കഴിയുമ്പോൾ വയറ് വീർത്ത് വരുന്നു, അപ്പോൾ ഗർഭിണി, അങ്ങനെയല്ലല്ലോ. ഇതിനു മുമ്പേ അവർ അങ്ങനെയല്ലല്ലോ. ഇതിനു മുമ്പേ മെഡിസിൻ കഴിച്ചില്ലേ? പനി വന്ന ആശുപത്രി പോവില്ലേ? ക്യാൻസർ വന്നാൽ പോവില്ലേ? അസുഖങ്ങൾ വന്നാൽ പോവില്ലേ? അല്ല, എനിക്ക് തോന്നുന്നു ഇത് കേരളത്തിൽ പൂർണ്ണമായി വ്യാപകമാക്കാനായിരിക്കും ഈ ശ്രമം. അതുകൊണ്ടാണല്ലോ അവാർഡ് കൊടുക്കുന്നു, അവരെ ധീര വനിതകളായിട്ട് പ്രഖ്യാപിക്കുന്നു. പാവപ്പെട്ട സ്ത്രീകളല്ലേ, പാവങ്ങളല്ലേ, ആനുകൂല്യങ്ങൾ കൊടുക്കുന്നു, സൗജന്യം കൊടുക്കുന്നു. പക്ഷെ ഇതൊക്കെ എന്താ ഈ ചെയ്യുന്ന ക്ലബ്ബോ അല്ലെങ്കിൽ ഏതോ സംഘടന ചെയ്തിരിക്കുന്നത്? എന്താണ് ഇതിൻ്റെ മോട്ടിവേഷൻ? ഇങ്ങനെയാണോ ഈ ചിന്തകൾ കൊണ്ടുവരേണ്ട മനുഷ്യർക്ക്? ഈ ശാസ്ത്രയുഗത്തിൽ, ആധുനിക യുഗത്തിൽ
താമസിക്കുമ്പോൾ അതിൻ്റെ കുറേ കാര്യം മറ്റൊരു കാര്യവും നമ്മൾ പറയുന്നില്ല. മതത്തിൻ്റെ ഒരു കാര്യത്തിലേക്ക് നമ്മൾ ഇടപെടുന്നില്ല. അവരുടെ അഭിപ്രായത്തിലൊന്നും നമുക്ക് അഭിപ്രായമില്ല. പക്ഷേ ഒരു സ്ത്രീ എന്നുള്ള നിലയിൽ ഒരു സ്ത്രീ ഗർഭിണിയാകുമ്പോൾ അവർക്ക് രാജ്യത്തെ, സമൂഹത്തിലെ, ആ നാട്ടിലെ, ആ സ്റ്റേറ്റിലെ ഏറ്റവും നല്ല ചികിത്സാ സമ്പ്രദായം കൊടുക്കുകയാണ് വേണ്ടത്. ഇല്ലെങ്കിൽ കുഴപ്പമില്ല. ഉള്ളപ്പോൾ അത് നിഷേധിക്കപ്പെടുന്നത് അവരോട് ചെയ്യുന്ന നീതി നിഷേധമാണ്. അല്ലാതെ ഇതിനകത്തൊരു മതവും ഇല്ല, ജാതിയില്ല, ഒന്നും ഞാൻ കാണുന്നില്ല. ആ സ്ത്രീ, ഗർഭിണിയായ സ്ത്രീയോടും കുഞ്ഞിനോടും ചെയ്യുന്ന ഒരു നീതികേടാണ്. കുഞ്ഞ് ജനിച്ചു കഴിയുമ്പോൾ ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്, പ്രാക്ടിക്കലായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ പണ്ട് ചെയ്തില്ലെങ്കിൽ പണ്ട് പലതും ചെയ്ത് കാണാം. പണ്ടത്തെ കാര്യത്തേക്കാൾ അഡ്വാൻസ് ചെയ്തിട്ടല്ലേ നമ്മളിപ്പോൾ പോകുന്നത്. അഡ്വാൻസ് ചെയ്തതിന് ശേഷം പണ്ടങ്ങനെ ചെയ്തില്ല. ശിശുമരണ നിരക്ക് വളരെ കൂടുതലാണ്, അസുഖങ്ങൾ കൂടുതലാണ്. അപ്പോൾ അങ്ങനെ മരണങ്ങൾ അനുവദിക്കാൻ സർക്കാരിന് കഴിയില്ല, അത് സർക്കാരിനെ ബാധിക്കും. പിന്നെ നമ്മുടെ സിസ്റ്റം ഉണ്ടല്ലോ, ഒരു വലിയ സിസ്റ്റമാണല്ലോ ഇത്. ഹെൽത്ത് കെയർ സിസ്റ്റം എന്നുള്ള വലിയ സിസ്റ്റമാണ്. ഞാനതല്ലേ പറഞ്ഞു, ഗർഭിണിയാകുമ്പോൾ നമ്മൾ ആശുപത്രി പോകില്ലേ? ആശുപത്രി പോയിട്ടല്ലേ അറിയുന്നത് ഗർഭിണിയായെന്ന്. അതിൻ്റെ ഇടയ്ക്ക് പനി, അസുഖങ്ങൾ, ചെറുതിൽ ഇതെല്ലാ അസുഖങ്ങൾ വരും ഗർഭിണിക്ക്. അപ്പോഴൊക്കെ ഹോസ്പിറ്റലിൽ പോകില്ലേ? മെഡിസിൻ വാങ്ങിക്കൂലേ? അപ്പോൾ എന്താ പ്രസവത്തിനോടനുബന്ധിച്ച് മാത്രം ഇങ്ങനെ ഒരു അവാർഡും കാര്യങ്ങളും, അല്ലെങ്കിൽ ഹോസ്പിറ്റലിലേ പോകാത്ത ആളായിരിക്കണം. അങ്ങനെ പറ്റില്ലല്ലോ. ഇനി കോംപ്ലിക്കേഷനായാൽ ഏതെങ്കിലും ഇപ്പോൾ 10-20 അവർ ചെയ്തു എന്ന് പറയും, ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം ഒരു കോംപ്ലിക്കേഷൻ ആയെന്ന് വെച്ചോ, അല്ലെങ്കിൽ ഇനി ഒരെണ്ണം വരുന്നതിൽ കോംപ്ലിക്കേഷൻ ആയാൽ എന്ത് ചെയ്യും? അവർ ആര് ഉത്തരവെടുക്കും? അപ്പോൾ ഇതൊക്കെ നല്ല ഈ അവാർഡ് ദാനവുമായി ബന്ധപ്പെട്ട് ഈ നമ്മുടെ സർക്കാർ ഇങ്ങനെ കണ്ടില്ലെന്ന് നടിക്കുന്നത് ശരിയാണ്. കൃത്യമായി തന്നെ ഇതിൽ ഇടപെടുന്നുണ്ട്. ഇത്തരം കാര്യങ്ങളിൽ സർക്കാരും പൊതുസമൂഹവും, സർക്കാർ മാത്രമല്ല മതസംഘടനകൾ, മതത്തിൻ്റെ നേതാക്കൾ, ഇപ്പോൾ പാണക്കാട് തങ്ങൾ, അങ്ങനെ നേതാക്കളൊക്കെ ഉണ്ടല്ലോ, അവരെല്ലാം ഇതൊന്ന് ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. അല്ലാതെ ഒരു ഗവൺമെൻറ് ഒരു അടിച്ച് ഏൽപ്പിച്ച് അങ്ങനെയല്ല. ഒരു വിശ്വാസത്തിൻ്റെ ഭാഗമാണല്ലോ, തല്ലിയല്ലേ ചെയ്യേണ്ടത്. പക്ഷേ നമുക്ക് ഈ ലോകത്ത് ശാസ്ത്രം വലിയ രീതിയിൽ പുരോഗമിക്കുകയാണ്. ഓരോ ദിവസവും പുരോഗമിക്കുമ്പോൾ എന്തുകൊണ്ടായിരിക്കും കേരളത്തിലെ ജനത ഈ പിന്നോട്ട് നടക്കുന്നത്? അതാ ഞാൻ പറഞ്ഞ, ഒരു മതം മാത്രമല്ല, ഇപ്പോൾ ഹിന്ദുക്കളിലായാലും ക്രൈസ്തവരിലായാലും മുസ്ലിങ്ങളിലായാലും ഈ കൂടോത്രം വർദ്ധിക്കുന്നു, മന്ത്രവാദം വർദ്ധിക്കുന്നു, കൊല്ലുന്നത് വർദ്ധിക്കുന്നു. ആർത്തി, മനുഷ്യരും അല്ലാത്ത ആർത്തിയല്ലേ? അല്ല, വീട്ടിൽ പ്രസവിക്കുന്നത് എന്താ ആർത്തി? ഇതിന് ആർത്തിയില്ല. ഞാൻ പറഞ്ഞു ആ ആർത്തിയിലെന്ന് പറയാൻ പറ്റില്ല. ഇത് മതത്തിന്റെ ഒരു ചെലവ് കുറയ്ക്കാന്ന് പറയാൻ പറ്റില്ല. മതത്തിന്റെ ഒരു കടുംപിടുത്തം ഏതെല്ലാം രൂപത്തിൽ നമ്മുടെ മതത്തിന്റെ, അതാണ് ഈ മതത്തിന്റെ സ്വാധീനം എങ്ങനെ ഇത്രയും അധികം വർദ്ധിക്കാൻ. മതവിശ്വാസം ശരിയാണ്, പക്ഷേ ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ മന്ത്രവാദവും അതെന്താ നമുക്ക് ഏറ്റവും വിശ്വസിക്കുന്ന ആൾ നമ്മളോടൊരു കാര്യം പറഞ്ഞാൽ നമ്മൾ വിശ്വസിക്കും. ശരീരത്തിന് തന്നെ നല്ല വിശ്വാസമാണെന്ന് വിചാരിച്ചാൽ സാറ് പറഞ്ഞാൽ കറക്റ്റ് ആയിരിക്കും, അങ്ങ് വിശ്വസിക്കും. അങ്ങനത്തെ കുഴപ്പമുണ്ട്. അതാണ് വിശ്വാസത്തിൻ്റെ ചൂഷണം എന്ന് പറയുന്ന വാക്കതാണ്. നമ്മളിപ്പോൾ അമ്പലത്തിൽ ചെല്ലുന്നു, പോറ്റി നമ്മളൊരു എന്തെങ്കിലും ഒരു പൂജയ്ക്ക് ചെല്ലുമ്പോൾ പോറ്റി പറഞ്ഞാൽ ആ പൂജയല്ല, ഈ പൂജയാണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞാൽ നമ്മൾ പോറ്റി അങ്ങ് അന്ധമായി വിശ്വസിക്കും. ചിലപ്പോൾ പോറ്റിക്ക് തെറ്റിയും പോകാം. ഹോസ്പിറ്റൽ ഡോക്ടറെ നമ്മൾ അന്ധമായി വിശ്വസിക്കുന്നു, വക്കീലിനെ പലതും അന്ധമായി അങ്ങ് വിശ്വസിക്കുകയാണ് നമ്മൾ. അല്ല, അതാണ് മതസ്വാധീനത്തിൻ്റെ കാരണം. എന്താണ് മതസ്വാധീനം? മതം ഇങ്ങനെ പറയുന്നത് അവരെ പഠിപ്പിക്കണം. ശരീരത്തിൽ ഇങ്ങനെ പറയുന്നു, ഹോസ്പിറ്റലിൽ പോകാൻ പാടില്ല, എന്താണ് സിസേറിയൻ ചെയ്യാൻ പാടില്ല, ഓപ്പറേഷൻ ചെയ്യാൻ പാടില്ല, സുഖപ്രസവമാണ് വേണ്ടത്. ഈസ് ഇറ്റ് പ്രാക്ടിക്കൽ? എല്ലാവർക്കും പ്രാക്ടിക്കലാണോ? ഒരു മതത്തിലായാലും ഏത് മതത്തിലായാലും എല്ലാവർക്കും പ്രാക്ടിക്കലാണോ ഇത്? അല്ല. അപ്പോൾ അങ്ങനെയുള്ളവർ പോവില്ലേ? അപ്പോൾ ഇത് അവാർഡ് കൊടുത്ത് ചെയ്യേണ്ട കാര്യമാണോ? അവാർഡ് കൊടുത്ത് ചെയ്യേണ്ട കാര്യമാണോ? നമ്മൾ ചോദ്യം അതേ ഉള്ളൂ. വളരെ സിമ്പിളല്ലേ, സയൻസ് അല്ലേ ഇത്. അപ്പോൾ ഇതങ്ങനെയല്ല. ഇപ്പോൾ ആരെങ്കിലും ഒരാൾ വീട്ടിൽ പ്രസവിക്കുന്നു, ഓക്കെ, ചിലപ്പോൾ സംഭവിക്കാം. പക്ഷെ അതിനെ ജനറലൈസ് ചെയ്ത്, അതിനെ പ്രൊമോട്ട് ചെയ്ത്, അതിന് അവാർഡ് കൊടുത്ത് മറ്റേനെ നിരുത്സാഹപ്പെടുത്തി ഹോസ്പിറ്റലിൽ പോകുന്നതിനെ എന്താണ് പറയുന്നത്? ഒരു നല്ല തീരുമാനമല്ല അത്. എല്ലാവരും ബന്ധപ്പെട്ട എല്ലാവരും ചിന്തിക്കണം. ഈ അവാർഡ് കൊടുക്കുന്ന സംഘടന ഉൾപ്പെടെയുള്ള എല്ലാവരും ഇത്തരം കാര്യങ്ങളിൽ ഒരു റീത്തിങ് കൊണ്ടുവരുന്ന സമയം, അത് മതമൊന്നുമല്ല. അത് ഹിന്ദു മതമോ അല്ലെങ്കിൽ ഇസ്ലാം മതമോ ശരിയത്തോ അതൊന്നുമല്ല. അതൊക്കെ വേറെ വഴിക്ക് നിൽക്കട്ടെ. നമ്മളൊരു സ്ത്രീ എന്നുള്ള നിലയിൽ അവർക്ക് കിട്ടേണ്ട ആരോഗ്യ പരിരക്ഷ കൊടുക്കാൻ നമ്മുടെ നാട്ടിലെ ഏറ്റവും നല്ല സിസ്റ്റം കൊടുക്കുക എന്നുള്ളതാണ്. ഇത് കൊടുക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ചോദ്യം.